മാസം ഇന്ത്യക്കായുള്ള ഫോർഡ് ആൻഡ് മഹീന്ദ്രയുടെ സംയുക്ത സംരംഭത്തിന്റെ പ്രഖ്യാപനത്തിൽ ഇരു കമ്പനികളുടെയും എക്സിക്യൂട്ടീവുകൾ ഫോർഡിനായി 3 പുതിയ എസ്യുവികൾക്കായുള്ള പദ്ധതികളും ഇലക്ട്രിക് വാഹന വികസനത്തിനുള്ള അവരുടെ സഹകരണവും വെളിപ്പെടുത്തിയിരുന്നു. സംയുക്ത സംരംഭത്തിൽ നിന്നും ഇനിയും വളരെയധികം പദ്ധതികൾ ഇന്ത്യൻ വാഹന വിപണിക്കായി ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മഹീന്ദ്ര മറാസോയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും പുതിയ ഫോർഡ് MPV എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയും. മാരുതി സുസുക്കി ഏറ്റവുമായി മത്സരിക്കുന്നതിന് ബി-മാക്സിന്റെ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന പതിപ്പുമായി ഇന്ത്യൻ MPV വിപണിയിൽ പ്രവേശിക്കുന്നത് ഫോർഡ് മുൻപ് പരിഗണിച്ചിരുന്നു. പ്രത്യേകിച്ചും MPVകളെ SUVകൾ മറികടക്കുന്ന ഒരു വിപണിയിൽ ഇതിനായിട്ട് ആവശ്യമുള്ള നിക്ഷേപം പ്രതീക്ഷിക്കുന്ന വിൽപ്പനയേക്കാൾ വളരെ ഉയർന്നതാണ്. തൽഫലമായി പദ്ധതി ആത്യന്തികമായി നിർമ്മാതാക്കൾ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഈ പുതിയ കൂട്ടുകെട്ടിൽ ഫോർഡിന് മറാസോയുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാവുന്നതിനാൽ ഇതിന് പുതിയൊരു ബോഡി നിർമ്മിച്ച് നിരത്തിലെത്തിക്കുവാനാണ് കമ്പനിയുടെ നീക്കം. പുതിയ മോഡലിന് ഒരു ബാഡ്ജ് എഞ്ചിനീയറിംഗ് മാറ്റമായിരിക്കില്ല. ബി-മാക്സ് പോലെ ഫോർഡിന്റെ ആഗോള MPVകൾ അവതരിപ്പിക്കുന്ന രൂപം നിലനിർത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു പുതിയ ബോഡി ശൈലിയാവും വാഹനത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫോർഡിൽ നിന്നുള്ള സമന്വയ സീരീസ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനോടൊപ്പം അകത്ത് ഒരു പുതിയ ഡാഷ്ബോർഡ് പോലെ നിരവധി സവിശേഷമായ ഘടകങ്ങളും ഉണ്ടാകും. മറാസോയെ പോലെ പുതിയ ഫോർഡ് MPV 7-8 സീറ്റുകളിലാവും വിപണിയിലെത്തുക. എന്നിരുന്നാലും ബോഡിക്ക് കീഴിൽ ഫോർഡ് MPVക്ക് മറാസോയുമായി വളരെ സാമ്യമുണ്ടായിരിക്കും. മറാസോയുടെ തനതായ കോംബോ ഓഫ് ലാൻഡർ ഫ്രെയിം ഷാസി, മുൻവീൽ ഡ്രൈവ് എന്നിവ നിലനിർത്തും. എന്നിരുന്നാലും സസ്പെൻഷൻ ട്യൂണിംഗ് ഫോർഡ് പുനർനിർമ്മിക്കുമെന്ന് ഉറപ്പാണ്. 2 MPVകൾക്ക് പൊതുവായി വരുന്നത് അവരുടെ പവർ ട്രെയിൻ ആണ്. മഹീന്ദ്രയുടെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിന്റെ BS6 പതിപ്പ് ഫോർഡ് MPVക്ക് കരുത്തേകും. മാനുവൽ AMT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളും വാഹനം ലഭിക്കും. മഹീന്ദ്ര വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിൽ ഉപയോഗിക്കുക. ഈ പുതിയ കൂട്ടുകെട്ടിൽ ഫോർഡിന് മുൻപ് സ്വന്തമായി വികസിപ്പിക്കാൻ സാധ്യമല്ലാത്ത നിരവധി പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാനുള്ള അവസരവും തുറന്നു. വികസനവും ഉൽപാദന ചെലവും മഹീന്ദ്രമായി പങ്കുവയ്ക്കുന്നതിലൂടെ മുൻകാലങ്ങളിൽ ഫോർഡ് ഗൗരവമായി ശേഖരിച്ച മിഡ്സൈഡ് MPV പോലുള്ള ഉൽപ്പന്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം MPV വിഭാഗത്തിന് പ്രത്യേകിച്ചും താല്പര്യമുണ്ട്. കാരണം MPVകൾ ഫോർഡിന്റെ ആഗോള മോഡൽ ശ്രേണിയിലെ അവിഭാജ്യ ഘടകമാണ്. കുടുംബ മൂല്യങ്ങളുള്ള ഒരു ബ്രാൻഡാണ് ഫോർഡ് എന്ന ധാരണയിൽ MPVകൾ പ്രതിധ്വനിക്കുന്നുവെന്ന് ഫോർഡ് വക്താവ് തന്നെ പറഞ്ഞു. ഏറ്റവും പ്രധാനമായി MPV വിഭാഗത്തിന് 2ാം തലമുറ മാരുതി സുസുക്കി എർട്ടിഗയും അടുത്തിടെ പുറത്തിറങ്ങിയ റെനോ ട്രൈബറും ഒരു പുനരുജ്ജീവനം ഉണ്ടാക്കിയിരുന്നു. MPV വിഭാഗത്തിന്റെ വളർച്ചയ്ക്ക് മറാസോയും സംഭാവന നൽകിയിട്ടുണ്ട്. അതേസമയം ശ്രേണിയുടെ തലപ്പത്ത് ഇന്നോവ ക്രിസ്റ്റ വെല്ലുവിളിക്കപ്പെടാതെ തുടരുന്നു. എന്നാൽ ഇന്നോവയുടെ ആധിപത്യത്തെ തകർക്കുന്നതിനും വിഭാഗത്തിന്റെ വിൽപ്പന കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കിയ കാർണിവൽ സജ്ജമായിരിക്കുകയാണ്. അതിനാൽ MPV വിപണിയിൽ പ്രവേശിക്കാനുള്ള ശരിയായ സമയമാണിത്. പ്രത്യേകിച്ചും മഹീന്ദ്ര കൂട്ടുകെട്ടിനോടൊപ്പം പ്രവേശന തടസ്സങ്ങൾ ഇപ്പോൾ ഫോർഡിന് വളരെ കുറവാണ്. പുതിയ ഫോർഡ് MPV 2021 ഇന്ത്യയിൽ വിൽപ്പനയ്ക്കെത്തിയേക്കാം.